ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ റെസിപ്പി വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഉപ്മാവിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. എനിക്ക് സ്വതവേ ഇഷ്ടമല്ലാത്തൊരു ഐറ്റമാണ് ഉപ്മാവ്. പക്ഷെ ഉമ്മ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയ സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഞാനൊരു 1.5 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു അളവ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും അളക്കാൻ എടുക്കാവുന്നതാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് ഒരു 2 ടീസ്പൂൺ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവണം. ചൂടാവുന്ന സമയത്താണ് കടുക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരും. കുറച്ച് സമയം കഴിയുമ്പം കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് കളറായിട്ട് വരും. അതുവരെ ഇതൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന അളവുകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാവുന്നതാണ്. എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് വല്യുള്ളിയാണ്, സവോള. അതും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി അതിൽ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ടേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഫ്രഷ് കറിവേപ്പില കേട്ടോ, ഞങ്ങളെ വീട്ടിലുണ്ടായതാണ് കറിവേപ്പില. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയതൊക്കെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഉപ്മാവ് കഴിക്കാനായിട്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ പച്ചക്കറി ഇതുപോലെ ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് സ്വാഭാവികമായിട്ടും നല്ലൊരു കാര്യമാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1.25 കപ്പോളം വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പച്ചക്കറി നന്നായിട്ട് വെന്തതിന് ശേഷമാണ് വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലോട്ടേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളത്തിന് നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം വേവേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവേണ്ട ആവശ്യമില്ല എന്നല്ല, നമ്മൾ ഓൾറെഡി വറുത്തതാണ് ഈ ഒരു റവ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ സമയം ഇതിങ്ങനെ വെള്ളത്തിൽ കിടന്ന് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റവ വറുത്തതിന് ശേഷം മാത്രം ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിപ്പോകുന്നത് വരെ ഇതിങ്ങനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉപ്മാവ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായത് കൊണ്ട് തന്നെ ഷെയർ ചെയ്തതാണ്. കാരണം ഉപ്മാവ് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഐറ്റമാണ്. സ്വതവേ എനിക്ക് കഴിക്കാത്തൊരു ഐറ്റമാണ് ഈ ഉപ്മാവ് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് എന്താണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.